ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു നിഷ വൈബ്സ്. ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് വളരെ ഹെൽത്തി ആയിട്ടുള്ള റാഗി പൊടിയുടെ റെസിപ്പിയാണ്. ഇപ്പോൾ റാഗി പൊടി നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കാം. കൂടെ തന്നെ അതിൻ്റെ നല്ല ഒരു റെസിപ്പിയും കൂടിയാണ് ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ കാണാം. അപ്പോൾ ഇത് 1 കിലോയുടെ റാഗി പാക്കറ്റാണ്. ഞാൻ റാഗി ആയിട്ടാണ് വാങ്ങിയത്, പൗഡർ ആയിട്ടല്ല. അപ്പോൾ ഇത് നമുക്ക് വീട്ടിൽ തന്നെ പൗഡർ ആക്കാൻ പറ്റും. ഇപ്പോൾ പാക്കറ്റ് പൊടിയ വാങ്ങുവാണെങ്കിൽ അത് എത്രമാത്രം നല്ലതാണ്, എത്രമാത്രം ശുദ്ധമായിട്ടുള്ളതാണെന്നും നമുക്ക് അറിയാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ വാങ്ങി ഇത് നാം ഇനി പൊടിച്ച് എടുക്കാം. അതിനായിട്ട് ഞാൻ ഇതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇത് നല്ല പോലെ കഴുകണം. കണ്ടോ, കഴുകുമ്പോൾ എത്രമാത്രം അഴുക്കാണെന്ന് അറിയോ ഇതിന്ന് വരുന്നത്. പിന്നെ ചെറിയ ചെറിയ തരിതരിയായിട്ടുള്ള കല്ലുകളും ഉണ്ടാവും. അതൊക്കെ നമ്മൾ അരിച്ചെടുക്കണം. ഇതാ കണ്ടില്ലേ, ഇത് കഴുകുമ്പം തന്നെ ഇങ്ങനെയാണ് വരുന്നത്. വെള്ളം കണ്ടില്ലേ. അപ്പോൾ ഇത് ഞാനൊരു 3-4 വെള്ളത്തിലങ്ങ് കഴുകിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഇതുപോലത്തെ നെറ്റുള്ള എന്തെങ്കിലും പാത്രങ്ങൾ ഉണ്ടാവുമല്ലോ, അതിലോട്ടേക്ക് ഇത് നമുക്ക് വെള്ളം തോരാൻ വേണ്ടി ഇട്ട് കൊടുക്കാം. അപ്പൊ അങ്ങനെ നല്ല പോലെ വെള്ളം തോർന്നിട്ടുണ്ട്. നമ്മൾ പുട്ടുപൊടിയൊക്കെ ഉണ്ടാക്കില്ലേ, പച്ചരി കുതിർത്തിട്ട്, അതുപോലെ തന്നെയാണ് ഇതും ഉണ്ടാക്കുന്നത്. ഇനി ഒരു കോട്ടൺ തുണിയിൽ നമുക്ക് ഇതിങ്ങനെ വെതറി കൊടുക്കാം. ഒന്ന് ഉണങ്ങണല്ലോ, കുറച്ചുകൂടെ കൂടെ ഡ്രൈ ആകണം. ഒരു 10-15 മിനിറ്റ് ഡ്രൈ ആയാൽ മതി. പിന്നെ മുത്താറിയല്ലേ, അത് വേഗം ഡ്രൈ ആയിക്കോളും, പച്ചരി പോലെയല്ല. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇങ്ങനെ ചിക്കിയിട്ട് കൊടുത്താൽ വേഗം ഒന്ന് ഉണങ്ങിക്കിട്ടും. അപ്പോൾ അങ്ങനെ അത് ഉണങ്ങി വന്നിട്ടുണ്ട്. ഇനി ഇതൊക്കെ എടുത്തിട്ട് നമുക്ക് മിക്സിയുടെ ജാറിലോട്ടേക്ക്, പൊടിക്കുന്ന ജാർ ഉണ്ടാവുമല്ലോ, അതിലോട്ടേക്ക് നമുക്ക് ഇട്ട് കൊടുത്തിട്ട് ഓരോ തവണയായിട്ട് പൊടിച്ചെടുക്കാം. ഇങ്ങനെ കുറേശ്ശെ ഇട്ട് കൊടുത്തിട്ട് പൗഡറാക്കി എടുക്കാം. ഇതാ കണ്ടില്ലേ, നല്ല നൈസായിട്ട് പൗഡറാക്കി എടുത്തിട്ടുണ്ട്. ഇതിൽ കുറച്ച് തരിതരിയൊക്കെ ഉണ്ടാവും. കാരണം വെച്ചാൽ മുത്താറിന്റെ ഒരു തൊലി പോലെയുള്ള സാധനം ഉണ്ടല്ലോ, അപ്പോൾ അത് നമുക്ക് പിന്നീട് അരിച്ചെടുക്കാം. ആദ്യം ഇതൊക്കെ പൊടിച്ചെടുക്കുക, എന്നിട്ട് പിന്നെ മൊത്തത്തിൽ അങ്ങ് അരിച്ചെടുക്കുക. അതായിരിക്കും എളുപ്പം. ഇനി ഞാൻ ഇതിലോട്ടേക്ക് പിന്നെ ഒരു 7 ബദാമും പിന്നെ 2-3 പിസ്തയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് വേണ്ടെങ്കിൽ ഇട്ട് കൊടുക്കണ്ട. ഞാൻ പിന്നെ അതിൻ്റെയൊക്കെ ഒരു ഫ്ലേവർ ആയിക്കോട്ടെ എന്ന് വെച്ചിട്ട് ഇട്ട് കൊടുത്തതാണ്. പിന്നെ ഇത് പാലിൽ കാച്ചി കുടിക്കുമ്പം ബദാമല്ലേ, നല്ലൊരു ടേസ്റ്റുമാണ്, ഹെൽത്തി ആണല്ലോ. അങ്ങനെ എല്ലാം ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ വീണ്ടും ഒരു 7 ബദാമും 1 ഏലക്കായും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഏലക്കായും നല്ല ടേസ്റ്റ് അല്ലേ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ഇപ്പോൾ 2 കിലോ 3 കിലോ ഒക്കെ ആണെങ്കിൽ അതിനനുസരിച്ച് ഓരോ ഐറ്റംസിന്റെ അളവ് കൂട്ടാവുന്നതാണ് കേട്ടോ. ഇനി എല്ലാം കൂടി നമുക്ക് അരിച്ചെടുക്കാം. ഇതിപ്പോൾ അരിക്കുമ്പം കണ്ടോ, ഈ മുത്താറിന്റെ തൊലി പിന്നെ ബദാമിന്റെ തൊലിയൊക്കെ നമുക്ക് ഇങ്ങനെ അരിച്ചെടുക്കുമ്പോൾ കിട്ടുന്നതായിരിക്കും. ഇത് ഒരു പ്രാവശ്യം ഇങ്ങനെ അരിച്ചെടുത്താലും മതി കേട്ടോ. കണ്ടില്ലേ, ഇതിന്റെ തൊലി, ബദാമിന്റെ തൊലി പിന്നെ മുത്താറിയുടെ തൊലിയൊക്കെ കണ്ടില്ലേ. അപ്പൊ ഇത് വേണ്ട, ഇത് പാലിലൊക്കെ കാച്ചുമ്പോൾ പിന്നെ തരിതരി പോലെ ഇരിക്കും. പിന്നെ പുട്ടൊക്കെ ഉണ്ടാക്കുമ്പോൾ ഒരു പെർഫെക്ഷൻ കിട്ടൂല. നൂൽപുട്ടൊന്നും ഉണ്ടാക്കാനും പറ്റില്ല, സേവനാഴിയിലൂടെ വീഴണ്ടേ, അതൊന്നും പറ്റില്ല. അതുകൊണ്ട് ഈ തരിതരി ഉള്ളതെല്ലാം നമ്മൾക്ക് കളയാം. അങ്ങനെ എല്ലാം ഇത് അരിച്ചെടുത്തിട്ടുണ്ട്. അങ്ങനെ റാഗി പൗഡർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി വേറൊരു പരിപാടിയും കൂടിയുണ്ട്. ഒരു ചീനച്ചട്ടിയിലോട്ടേക്ക് ഇത് കുറേശ്ശെ ഇട്ടിട്ട് നമുക്ക് വറുത്ത് ഒരു എയർ ടൈറ്റുള്ള കണ്ടെയ്നറിൽ സൂക്ഷിക്കാവുന്നതാണ്. നമ്മൾക്ക് നിത്യവും പിന്നെ എന്താണ് ഡിഷ് ഉണ്ടാക്കുന്നത് അതിനാവശ്യാനുസരണം എടുത്ത് ഉപയോഗിക്കാവുന്നതാണ്. ഇത് പുട്ടുപൊടി ഉണ്ടാക്കുന്നത് പോലെ തന്നെയാണ് ഉണ്ടാക്കേണ്ടത്. നമ്മൾ പിന്നെ റാഗിപ്പൊടിയൊക്കെ നമ്മൾ വാങ്ങി ഉണ്ടാക്കുന്നത് കുറവല്ലേ. ഇതുപോലത്തെ പാത്രത്തിലാണ് ഞാൻ എടുത്ത് വയ്ക്കാൻ പോകുന്നത്. ഇതുപോലെ നമ്മൾ അരിപ്പൊടി, ഗോതമ്പ് പൊടി, റാഗിപ്പൊടിയൊക്കെ നമുക്ക് ഇതുപോലെ തയ്യാറാക്കി വീട്ടിൽ സൂക്ഷിക്കുകയാണെങ്കിൽ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ നമുക്ക് എളുപ്പമായിരിക്കും. എപ്പോഴും ദോശ ഇഡലിയൊക്കെ കഴിച്ചു മടുക്കുന്നവർക്ക് ഇങ്ങനെയൊക്കെ ചെയ്തു വെക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ഡിഷ് വേണമെങ്കിലും ഉണ്ടാക്കാമല്ലോ. ഏതായാലും റാഗിപ്പൊടി ഉണ്ടാക്കിയതല്ലേ, പിറ്റേന്ന് ഞാൻ ഇതിനെ കൊണ്ട് ഒരു ഡിഷ് ഉണ്ടാക്കി. 3 ഗ്ലാസ് വെള്ളം, 1 ഗ്ലാസ് തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടുണ്ട്, തിളയ്ക്കാൻ വെച്ചിട്ടുണ്ട്. പിന്നെ ഉപ്പ്, 2 സ്പൂണ് ഉപ്പ്, പിന്നെ 2 സ്പൂണ് പഞ്ചസാരയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ വെളിച്ചെണ്ണ മസ്റ്റാണ്, വെളിച്ചെണ്ണയും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അത് തിളയ്ക്കട്ടെ. അത് തിളയ്ക്കുന്ന സമയത്ത് ഇതിന് ഞാൻ 1.5 ഗ്ലാസ്
പൊടിയും കൂടി എടുത്തിട്ടുണ്ട്. ഒന്ന് ചൂടാക്കാം. ഇന്നലെ ഉണ്ടാക്കി വെച്ചതല്ലേ, അപ്പൊ ഇന്നത്തേക്ക് കുറച്ച് തണുത്ത് കാണുമല്ലോ, അപ്പൊ അതിന് വേണ്ടിയിട്ട് ഒന്ന് ചൂടാക്കാം. ഇടിയാപ്പത്തിനൊക്കെ ഉണ്ടാക്കുമല്ലോ നമ്മള്, അതേപോലെ തന്നെയാണ് ഇത്. ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് തണുക്കുന്നതിന് മുന്നേ തന്നെ ഈ തിളച്ച തേങ്ങാപ്പാൽ വെള്ളവും കൂടി ഇതിലേക്ക് ഒഴിക്കാം. അപ്പൊ എല്ലാം ഒഴിച്ചു കൊടുത്തിട്ട് ആ ചൂടോടുകൂടെ തന്നെ എല്ലാം കൂടി ഒന്ന് ഇളക്കി കൊടുക്കുക. ഇതുപോലെ മിക്സ് ചെയ്യണം. എന്താ വെച്ചാൽ പകുതിയല്ല, 1/4 ഭാഗം ഇതിൽ തന്നെ വെന്തിട്ടുണ്ടാവണം. ചൂടാണ്, രണ്ടും ചൂടാണല്ലോ, അപ്പൊ ഇതിൽ തന്നെ നമ്മൾക്ക് വെന്ത് കിട്ടണം. എന്നാൽ മാത്രമേ സോഫ്റ്റ് ആയിട്ടുണ്ടാവുള്ളൂ ഇടിയപ്പം. ചൂടുണ്ടാവും, അതുകൊണ്ട് കുറച്ച് കയ്യിൽ വെളിച്ചെണ്ണ നനച്ചിട്ട് ഇതൊന്ന് ഇതുപോലെ ഉരുണ്ടിയാക്കി എടുക്കാം. എല്ലാം കൂടി നല്ല പോലെ ചപ്പാത്തിക്ക് കുഴയ്ക്കുന്ന പോലെ തന്നെ കുഴച്ച് നല്ല ഉരുണ്ടയാക്കി എടുക്കാം. കയ്യിൽ ഒട്ടരുത്, അതുപോലെ വെള്ളം അധികവും ആകരുത്. നല്ല പെർഫെക്റ്റ് ആയിട്ട് വേണം, എന്നാൽ മാത്രമേ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇടിയപ്പം ആയിട്ട് കിട്ടുള്ളൂ. ഇല്ലെങ്കിൽ സേവനാഴിയിൽ നിന്ന് നമ്മൾ പിഴിയുമ്പോൾ വെള്ളം മാത്രം ഇങ്ങനെ വരും. അതുകൊണ്ട് വെള്ളം അധികം ആകരുത്. പിന്നെ സേവനാഴിയിലൊക്കെ കുറച്ച് വെളിച്ചെണ്ണയൊക്കെ തേച്ച് കൊടുക്കുക. അപ്പൊ വേഗം നമുക്ക് അതിൽ നിന്ന് പിന്നെ എന്താ പറയാ പിഴിയാൻ പറ്റും. ഇങ്ങനെ ഇത് ഉരുളയാക്കി എടുക്കുക. എന്നിട്ട് അതിലോട്ടേക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഓരോന്നിലും ചെയ്തെടുക്കാം. നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള മാവ് വന്നിട്ടുണ്ട്. കണ്ട, കയ്യിലൊന്നും ഒട്ടുന്നില്ലല്ലോ. അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. അപ്പൊ ഇതാണ് ഇടിയപ്പത്തിന്റെ പാത്രം. ഇതിലോട്ടേക്ക് നമുക്ക് ആദ്യം വെളിച്ചെണ്ണ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ 3 തട്ടിലും വെളിച്ചെണ്ണ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ആദ്യം കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കാം. അതിന് ശേഷം ഓരോന്നിലും സേവനാഴിയിൽ നിന്ന് ഇതുപോലെ ചെയ്തെടുക്കാം. ഒരുപാട് അങ്ങ് കൂന കൂട്ടിയ പോലെ ആക്കണ്ട. പിന്നെ എന്താ പറയുക, ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല, ഒരു സോഫ്റ്റ് ഉണ്ടാവില്ല, എല്ലാം കൂടി അങ്ങ് ഒട്ടിപ്പിടിച്ച പോലെ ഉണ്ടാവും. അതുകൊണ്ട് പിന്നെ ഒരു 5-6 റൗണ്ട് ഇങ്ങനെ ചുറ്റിച്ചാൽ മതി കേട്ടോ. നിങ്ങൾക്ക് പാത്രം ഇല്ലെങ്കിൽ ഇഡലി തട്ടിലും ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ഉപ്പും പഞ്ചസാരയും ഇടുവാണെങ്കിൽ നല്ല ടേസ്റ്റ് ആണ്. അതുകൊണ്ടാണ് ഞാൻ ഉപ്പും പഞ്ചസാരയും രണ്ടും മിക്സ് ആക്കിയിട്ട് ഇട്ടത്. പിന്നെ തേങ്ങാപ്പാലും ആവശ്യമാണ്, വെളിച്ചെണ്ണയും ആവശ്യമാണ്. എന്നാലേ പെർഫെക്റ്റ് ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല മണമുള്ള ഇടിയപ്പമായിട്ട് കിട്ടുള്ളൂ. അതിൻ്റെ മേലെ കുറച്ച് തേങ്ങയും കൂടി വെതറി കൊടുക്കാം. ഇതിന് കറിയുടെ ആവശ്യമൊന്നുമില്ല കേട്ടോ. ശരിക്കും പറഞ്ഞാൽ വെറുതെ തന്നെ പഞ്ചസാര ഇട്ടിട്ട് അല്ലെങ്കിൽ തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടും കഴിക്കാവുന്നതാണ്. ഇനി ഓൾറെഡി കുറെ വെന്തതല്ലേ, അപ്പൊ ഇനി ഒരു 5 മിനിറ്റ് ആവിയിൽ വേവിച്ചാൽ മതി. അങ്ങനെ 5 മിനിറ്റ് ആയിട്ടുണ്ട്. എൻ്റെ ഇടിയപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. തുറക്കുമ്പോൾ തന്നെ നല്ല മണവും കൂടിയുണ്ട്. ആ പൗഡറിൽ തന്നെ നമ്മൾ ഏലക്കായൊക്കെ ഇട്ടുന്നല്ലോ, അപ്പോൾ നല്ല അടിപൊളി, നല്ല ടേസ്റ്റി ആയിട്ടുള്ള, നല്ല ഹെൽത്തി ആയിട്ടുള്ള റാഗി പൊടി ഇടിയപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. റാഗി ഇടിയപ്പം. അപ്പൊ ഇത് വളരെ ഹെൽത്തിയാണ്. കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല ഹെൽത്തി ആയിട്ടുള്ള റാഗി പൗഡറാണ്. എല്ലാവർക്കും കഴിക്കാൻ പറ്റുന്നതാണ്. അപ്പൊ ഇതുപോലെ എല്ലാവരും ഒന്ന് പരീക്ഷിച്ചു നോക്കുക. ഇതിന് കറിയായിട്ട് ഞാൻ ഗ്രീൻ പീസ് ഉരുളക്കിഴങ്ങും ഇട്ട കുറുമയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇത് വെറുതെ പഞ്ചസാര ഇട്ടിട്ടും കഴിക്കാം, അല്ലാതെയും കഴിക്കാം, എല്ലാത്തിൻ്റെയും കൂടിയും കഴിക്കാം. വളരെ ടേസ്റ്റിയാണ്. മുട്ടക്കറിയുടെ കൂടിയും കഴിക്കാം. അപ്പൊ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ സിമ്പിൾ അല്ലേ? വളരെ എളുപ്പത്തിൽ വീട്ടിൽ തന്നെ ഹെൽത്തി റാഗി ഡിഷ് തയ്യാറാക്കാം. നിങ്ങൾക്കും ഇത് പരീക്ഷിച്ചു നോക്കാം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും, ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയുമായി കാണാം. ബൈ.